വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്, കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ട്. ഐസു എവിടെ പോയി? അല്ല എൻ്റെ ഐസു കൂട്ടനാടെ എവിടെ? ഹായ് ഹായ് വരി, ഹായ് ഹായ് വരി. ആ ഓന് റോഡിൽ കൂടെ പോണ വണ്ടികളൊക്കെ നോക്കിക്കാണ്. അപ്പോൾ ഞാനുള്ളത് എവിടെയാണ്? എൻ്റെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ബിസി ആയതിനെക്കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും? നോമ്പൊക്കെ എങ്ങനെയുണ്ട്? റാഹത്തായിട്ട് പോകണില്ലേ? അതപ്പോൾ ഞാനും ഐസും ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ജൂത്താത്ത വന്നില്ല, അവൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞിരിക്കണം. ഇൻഷാല്ല വരട്ടെ. അന്നപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് എന്ന് വെച്ചാൽ കുറേ ദിവസം നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഞാൻ പുറത്തുനിന്നേ കഴിച്ചിട്ടുള്ളൂ, ഞാൻ നേരിട്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണത്? മോമോസ്. അപ്പോൾ മോമോസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ മോമോസ് ഉണ്ടാക്കുന്ന ഉമ്മ കേട്ടോ. ഉമ്മക്ക് ഞാനിങ്ങനെ സഹായിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, ഈ പത്തിരി പരത്താൻ ആ പരുത്തുന്നതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഉമ്മ ചെയ്ത് തരണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അതിനെക്കൊണ്ട് ഇന്ന് ഉമ്മനെ കൊണ്ടാണ് ഞാൻ മോമോസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കും, ഉമ്മ ഉണ്ടാക്കും. അപ്പോൾ അതിനിതാ ഈ കോസ്റ്റ്യൂം ഇതൊന്നല്ല കേട്ടോ, ഇത് സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്, ഇറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ മാറ്റി പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനും അന്നൂസും കൂടിയാണ് നമ്മൾ ഈ മോമോസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോണേ. ഇത് തക്കം പാർത്ത് ഒരാൾ പുറത്തിറങ്ങി നോക്കി, ഏയ് അത്തറി, അത്തറി. എൻ്റെ ഐസൂട്ടൻ ട്രൗസർ ഇടാത്തതിന് കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്. എൻ്റെ തക്കം കേറേ ആ വെയിലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കേറ് ഐസു, ഇതാ കേറി കേറി കേറി. ദാ അയാൾ വരുന്നുണ്ടേ, അയാളാ ബോ 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 ബോ. അപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് ഇട്ടതിന് ഐസുവിന് ട്രൗസർ ഇട്ട് കൊടുത്തു. ഞാൻ സ്വന്തം ഇടാത്ത കേട്ടോ. കാരണം എന്താണെന്ന്, അവന് ഭയങ്കര ചൂട് തന്നെ, ഭയങ്കര ചൂട്. അപ്പോൾ അവന് ട്രൗസർ ഇട്ട് കൊടുത്താലും അവിടെയും ഇവിടെയൊക്കെ കഴിച്ചിടും. തന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ കഴിച്ചിടും. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കല്. അപ്പോൾ അവനെ മാറ്റിച്ച് കൊടുക്കാനുള്ള നേരമൊന്നും എനിക്ക് കിട്ടില്ല. ഇവനാണെങ്കിൽ അവൻ്റെ പാട്ടിൽ അങ്ങനെ നടക്കലാണ്. അപ്പോൾ ഞാൻ അധികം അവനെ മൈൻഡ് വെക്കലില്ല. അപ്പോൾ അവനെ അധികം ഞാൻ ഒഴിവാക്കലാണ് വീഡിയോയിൽ. ട്രൗസർ ഒന്നും ഇട്ടില്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കലാണ്. അന്നാൾ എന്താ പറയുക, ആഷിക്കാക്കട്ടൊരു വീഡിയോ എടുത്തിന്, പിന്നെ അന്യൂസ് എടുത്തപ്പോഴൊക്കെയാണ് ഓൻ അങ്ങനെ ട്രൗസർ ഇല്ലാത്ത വീഡിയോസ് അങ്ങനെ കണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്നും മക്കളൊക്കെ നമ്മളെ മൈൻഡ് അവൻ നെവറായിട്ട് ഇട്ടാൽ മതി. അതിനൊന്നും ബാഡ് കമൻറ്റ് ഇടേണ്ട കാര്യമില്ല. ചെറിയ മക്കളാണ്, ചൂടാണ്. ഇപ്പോൾ അത് ചൂട് ഭയങ്കരമാണ്. അപ്പോൾ മാക്സിമം മക്കൾക്ക് ഡ്രസ്സ് ഇടാത്ത നിൽക്കുന്നതാണ് ഏറ്റവും തന്നെ. ഞാൻ ഇപ്പോൾ എസ്ലിക്ക് ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കലില്ല, എസ്ലി നെക്കഡായിട്ട് തന്നെ നിൽക്കൽ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും നെവർ മൈൻഡ്. പിന്നെ എനിക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസൊക്കെ തുടങ്ങി കേട്ടോ. ഞാനിടയ്ക്ക് ഫോണിലേക്ക് സമയം കിട്ടലില്ല. കിട്ടുന്ന സമയത്ത് ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് ബിഗ് ബോസൊക്കെ കാണലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അനുസരിച്ച് മാറ്റില്ല, പോയി മാറ്റി. അപ്പോൾ നമുക്ക് ഇനി മോമോസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളെ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതാ മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആട്ടപ്പൊടി വേണ്ടവർക്ക് ആട്ടപ്പൊടിയിൽ ഉണ്ടാക്കുക. പക്ഷേങ്കിൽ എന്താ, ആട്ടപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, മൈദപ്പൊടിക്കാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഹെൽത്തി ആഗ്രഹിക്കുന്നവർക്ക് എന്താ പറയുക, ആട്ടപ്പൊടിയിൽ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് കുറച്ചിപ്പോൾ അൺഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നപ്പോൾ നമ്മൾ മൈദപ്പൊടി. അപ്പോൾ മൈദപ്പൊടി ഉമ്മ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കരിച്ചിലുണ്ടാക്കണം. എന്നോട് ഞാൻ പറയുന്നത് കരിച്ചിലുണ്ടാക്കിയാൽ ഐസു എണീക്കുന്നു. കാരണം ഐസും എസ്ലി ഇപ്പോൾ കിടന്നുറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണ് അല്ലേ അമ്മ? വൈകുന്നേരത്തേക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇനിയമ്മ മൈദയിലേക്ക് എന്താ ഇടുന്നത്? അതെന്താ വെള്ളമോ? അതിനാ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടല? ഡയറക്റ്റിൽ ഇടാൻ പറ്റൂല. ഓഹോ, ഉപ്പ് കൂടുന്ന് വിചാരിച്ചിട്ട് ഉമ്മ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് ഒഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഇനി ഉമ്മ നമ്മള് പൂരിക്കൊക്കെ കൊയ്ക്കുന്ന മാതിരി അല്ലേ, പൂരി ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഈ എന്താ പറയാ, ഇനി മോമോസിന് വേണ്ടിയിട്ട് ഷീറ്റ് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ മോമോസിന്റെ ഷീറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതാ മൈദയിലേക്ക് വെള്ളം ഒഴിക്കുന്നു. കറക്റ്റ് നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ട് മൈദ കൊയ്ക്കുന്ന മാതിരി തന്നെ, സെയിം അത് തന്നെ, അതേ കണ്ടന്റ് തന്നെ ഉണ്ടാക്കുന്നത്. എന്നപ്പോൾ വെള്ളം ഉപ്പ് വെള്ളമാണ് കേട്ടോ അമ്മ വയ്ക്കണത്. എന്താ മോമോസ് ഉമ്മ അതിനെ മുന്നേ തിന്നിക്കണോ അമ്മ? തിന്നിട്ടില്ല. അനസ് നീ തിന്നിക്കണോ? അനസും തിന്നിട്ടില്ല. അതപ്പോ ഞാൻ തിന്നിക്കുന്നു കേട്ടോ. ഞാൻ തുപ്പിക്കാൻ നോമ്പുണ്ട്. അപ്പൊ ഉപ്പൊക്കെ നോക്കാൻ അങ്ങനെയൊക്കെ നോമ്പ് വെച്ചിട്ടൊന്ന് തുപ്പിയാൽ മതിയില്ല അമ്മ. ഓക്കെ, അതപ്പോ ഞാൻ തിന്നിക്കുന്നത്. ആശികാക്ക് എനിക്ക് വാങ്ങി തന്നീനുമ്മ
മോമോസ് ഫ്രൈ വാങ്ങി തന്നിക്കുന്നു, സ്റ്റീം ചെയ്ത് വാങ്ങി തന്നിക്കുന്നു, പിന്നെ അഫ്ഗാനി മോമോസ് അങ്ങനത്തെ ഒന്ന് പറഞ്ഞിട്ട് തിന്നിക്കണേ. എന്നാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോ അതിന്റെ ലെവല് വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞു തരും, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് ഈ മൈദ കൊയ്ക്കാൻ അറിയില്ല. സത്യത്തിൽ എനിക്ക് പൂരി ചുടാൻ അറിയൂല. അപ്പൊ മൈദ കൊയ്ക്കുമ്പോ ചിലപ്പോ വെള്ളം കൂടിയൊക്കെ പോകുമ്പോ അതെന്താ അങ്ങനെ. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിട്ടോ, പരുത്താൻ അറിയില്ല. നിങ്ങൾ ഒരു പ്രസ് വാങ്ങി തന്നാല് ഞാൻ പരുത്തിക്കോളേനും. ഇതാണ് അപ്പം അതാ മൈദ കൊഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വെളിച്ചെണ്ണ ഒഴിക്കൂലമ്മ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊഴിച്ചൂടാ? ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊയ്ക്കുന്നത് മൈദ. അങ്ങനെ ഒഴിച്ചൂടെ? അപ്പൊ അതിലേക്ക് ഇന്നത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കി. ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പം അത് നല്ലോണം കൊഴിച്ചിട്ട് നമ്മളെ പൂരിക്ക് ചുടുന്ന പൂരി ഉണ്ടാക്കുന്ന പോലത്തെ ഇതിൽ ആക്കി വരില്ല ഷീറ്റ് മാവ്, അതേപോലെ കൊഴിച്ച് വരും. അപ്പം അമ്മ അതൊക്കെ കൊഴിച്ചിട്ട് വരട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളെ ഷീറ്റിലേക്കുള്ള മാവൊക്കെ നല്ലോണം അടിപൊളിയാക്കിയിട്ട് ഉമ്മ കൊഴിച്ചൊക്കെ ചെയ്തിട്ടോ. ഇനി ഇത് കുറച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് കൊഴിച്ചിട്ട് പരുത്താൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ ഇനി റെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൈയിടിക്കി വെളിച്ചെണ്ണ വെച്ചില്ലേ, ഇനി മൂടി വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ മൂടി. അപ്പോൾ ആ അരമണിക്കൂർ നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇത് നമ്മൾ ചിക്കൻ ഇത് അവിടെ വെച്ചിരിക്കുന്നു കേട്ടോ. ഇനി ചിക്കന് നല്ലോണം കഴുകിയിട്ട് മിക്സിയിലിട്ട് അരിക്കാണ്ട്, പിന്നെ അതേപോലെ ഉള്ളി, അതേപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതാ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാണ്. അല്ല നമ്മളെ മമ്മത്താത്ത താത്ത എന്തൊക്കെ ഉണ്ട്? അതാ മൈദപ്പൊടിയൊക്കെ നല്ലോണം എടുത്ത ചെക്ക്. ഇനി ബാക്കി നമുക്ക് പിന്നെ എടുത്ത ചെക്ക് എന്തൊക്കെയാന്നല്ലേ. ഇതിൽ ഉള്ളി ഉണ്ട്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതേപോലെ മല്ലിയില അരിഞ്ഞിക്കാണ്, പച്ചമുളക് എടുത്ത് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ മെയിൻ നമ്മളെ ഇൻഗ്രീഡിയൻസ് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ നല്ലോണം അരിച്ചെടുത്തത്, നല്ലോണം കേക്കിയിട്ട് മിക്സിയിൽ അരിച്ചെടുത്തതാട്ടോ. ഇനി ചിക്കൻ നമുക്ക് വേവിച്ചിട്ട് അങ്ങനെ ആക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി ഇതിലേക്ക് ഇടാണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഇട്ടോളി, ചിക്കൻ ഇതിലേക്ക് എടുത്തിടേ. എവിടെ പോയിൻ്റെ ഉമ്മച്ചി? ഉമ്മച്ചി ഇത് അവിടെ ഒക്കെ വൃത്തിയാക്കാണ് കേസ്. അപ്പം നല്ല ആളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. തക്കാളിൻ്റെ സോസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇനി ഇതിലേക്കുള്ള എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് എടുത്തിടണം. എന്നിട്ട് നല്ലോണം കൊയ്ക്കണം. അപ്പോൾ ആ പണി ഇമ്മക്ക് വെച്ചതാണ് ഞാൻ. അപ്പോൾ അതാ ഇമ്മ ചിക്കൻ ഇതിലേക്ക് എടുത്തിടാം കേട്ടോ. അപ്പോൾ മല്ലിയില, ഉള്ളി, പച്ചമുളക്, പിന്നെ അതാ ചിക്കൻ അരിച്ചത് ഇടാം. കാണില്ല, പാത്രം കൊണ്ട് പറ്റി. അപ്പോൾ ചിക്കൻ അരിച്ചത് ഇനി 1 സ്പൂണ്, കുറച്ച് മതി. ആ ഫുള്ളും വേണ്ട, അത്ര മതി. അത് മതി. എൻ്റെ ഉമ്മക്ക് ഇഞ്ചിയും വെളുത്തുള്ളി എന്തോരം ഇടണ്ടേ. കുറച്ച് കുരുമുളക് പൊടി. മതി. ഉമ്മ എല്ലാത്തിനും കൂടുതലുള്ള ആളാണ്. കണ്ടില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളി എത്ര എടുത്തുള്ളി, ചെറിയ സ്പൂണ് മതി. സോയാ സോസ് 1 സ്പൂണാ ഒഴിക്കേണ്ടി. ആ സ്പൂണ് നോക്കിയിട്ട് ഒഴിക്കി, കുറേ ഒന്നും ഒഴിക്കണ്ട. 1 സ്പൂണ് സോയാ സോസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂണ് വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യേണ്ടി വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഇടട്ടോ. ഓക്കെ, ഇനി അതും കൂടി ഒഴിച്ചാൽ മതി. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അടിയില്ലേ, നല്ലോണം മിക്സ് ചെയ്യുക. കൈകൊണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന. ഉപ്പിട്ടമ്മ ഉപ്പിടാൻ മറന്ന്. അമ്പടാ, ഉപ്പവിടെ പോയി. നല്ല ആൾക്കാർ നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. നല്ല രസം ഉണ്ടാവേനു. ചോദിച്ചാൽ നന്നായി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റിയേക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിനുള്ള ഷീറ്റ് എന്താ പറയുക പരുത്താം. മോമോസിനുള്ള ഷീറ്റ് പരുത്താണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, ഇതില്ലമ്മ നമ്മളെ പൂരിക്ക് പറ്റുന്ന മാതിരി ഒന്ന് പരുത്തി എടുക്കാണ്ട്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി മാറ്റി വെക്കാം. അപ്പോൾ അമ്മ അത് മിക്സൊക്കെ ചെയ്ത് മാറ്റി വെക്കിട്ടോ. പരുത്താം കേട്ടോ. അപ്പോൾ കുറച്ച് ഓവർ കട്ടിയും വേണ്ട, ഓവർ തിന്നും വേണ്ട. അങ്ങനെ പറ്റിയാൽ മതി കേട്ടോ അമ്മ. ഓവർ നേർമയിലാക്കണ്ട, ഓവർ കട്ടിയിലും ആക്കണ്ട. അങ്ങനെ പറ്റിയാൽ മതി. കുറച്ച് വലുതാക്കി പറ്റിക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം റൗണ്ടിലാക്കിയിട്ട്. അപ്പം അത് പരുത്തിയിട്ട് ഞമ്മ ഐസുവിന് തിന്നാൻ കൊടുക്കും. ബാക്കി പരിപാടിയൊക്കെ ഞാനാണ് ചെയ്യുന്നത്. കാരണം ഐസ് എണീറ്റിക്കുന്നു. എല്ലാ പണിയും ഞാനാ നേരത്തെ.
എന്ത് ഇങ്ങനെ പറയുന്നത്? ഞാനും സഹായിച്ചില്ല. മുള്ളി ഇതൊക്കെ ഞാൻ അരിഞ്ഞു തന്നില്ലേ? ഞാൻ എന്താ പറയാ, ഇതൊക്കെ ആക്കിയില്ലേ, എന്താ പറയാ, ചിക്കനൊക്കെ മിക്സിഡ് അടിച്ചു തന്നില്ലേ? കരിവേപ്പില മല്ലിയില അരിഞ്ഞു തന്നില്ലേ? ഒക്കെ ഞാനല്ലേ തന്നേ. ഈ പണി എനിക്കറിയാത്തതിനെ കൊണ്ട്, എനിക്കറിയാത്ത പണി നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, അത്രേ ഉള്ളൂ. അപ്പം അമ്മ ഇനി ഇത് പരത്തിയിട്ട് നമുക്ക് റൗണ്ടാക്കി എടുക്കാനുണ്ട്, ചെറിയ ചെറിയ റൗണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പം അമ്മ നല്ല രീതിയിലൊന്ന് പരത്തി വരട്ടെ കേട്ടോ. ഇനി നെക്സ്റ്റ് അമ്മ അതായത് റൗണ്ടാക്കാൻ പോവാം കേട്ടോ. അതിപ്പോൾ അവിടെ തന്നെ എല്ലാം റൗണ്ടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റിലിപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഐസൊക്കെ എണീറ്റിക്കുന്നു, ബാക്കി നമ്മൾ ഐസുവിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 4 എണ്ണം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരും. ബാക്കി ഞങ്ങൾ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. അനിമതായൊക്കെ റൗണ്ടാക്കി എടുത്തേക്കുന്നു. ഒരു 10 കൂടി കൊഴിച്ചാളി. ഈ ഒരു വലുപ്പത്തിൽ ആട്ടോ അമ്മ ചെയ്തത്. ഓക്കെ, ബാക്കി മാവ് കൊഴിച്ചിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒരു 4 എണ്ണം കൂടി ആക്കി തന്നേക്ക്. ഒരാളെ കസാൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് വീഡിയോ എടുക്കുക, എന്നെ കാണുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ കുറച്ച് നീളം വെക്കണം, എന്നെ പോലെ കുറച്ച് നീളമൊക്കെ ഉണ്ടാവണോ, മനസ്സിലായോ? എന്നെ പോലെ കുറുതായി പോകരുത്. അപ്പൊ ഇതാ ഇമ്മൊക്കെ പറ്റി തന്നിട്ട് ഉമ്മ ഐസുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫില്ലിങ് നടക്കണം കേട്ടോ. അപ്പോൾ ബിസ്മിൻ ചൊല്ലിയിട്ട് നമ്മളിതാ ഈ ഫില്ലിങ് കുറച്ച് ഫില്ലിങ് ആട്ടോ ഇതിൽ വെക്കണേ. ഞാൻ ഈ ഫസ്റ്റ് ടൈം ആട്ടോ ഈ മോമോസ് ഉണ്ടാക്കണത്, തിന്നിക്കുന്നു, പക്ഷെ എങ്കിൽ എന്താ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമുക്കിനി വേണ്ട, എന്ത് സ്പൂൺ വേണ്ടേ? സ്പൂൺ എന്തിനാ ഉണ്ടാക്കാൻ? അപ്പൊ ഇതിങ്ങനെ നമ്മൾ സാരിയിലെ ബീഡ്സ് എടുക്കൂലേ, അതേപോലൊക്കെ ആണ് ഓല് പറഞ്ഞത്. എന്തായി വരും എന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാം. അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടുക, ഇങ്ങനെ ചുരുട്ടുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുരുട്ടുക. കുറച്ച് ഒരു അറിയാത്ത ആൾക്കാരാണെങ്കിൽ നല്ലൊരു പണി കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട്. പനോസെ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുത്തോ വീഡിയോ. താഴത്തേക്ക് ഇറങ്ങട്ടെ? എന്നാ താഴത്തേക്ക് ഇറങ്ങിക്കോ. ഈ വീഡിയോയിൽ ഇന്നെ കാണിച്ചിട്ടില്ലേ, അതിന്റെ തലമുണ്ട ഞാൻ പഠിക്കും. എഡിറ്റ് ചെയ്യുമ്പോഴേക്ക് ഞാൻ കാണുന്നതിൽ ഞാനുണ്ടോന്ന് തന്നെ. അപ്പൊ അതാ നമ്മള് ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ബീഡ്സ് ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കാണുന്നുണ്ട്. ഫില്ലിങ് കൂടുതലായോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. ഇല്ല എന്തായാലും മോമോസ് തിന്നാ പോരെ നമുക്ക്. എന്നതാ അപ്പൊ ഏകദേശം മോമോസിന്റെ ഒരു പരിവൊക്കെ അയക്കുന്നു കേട്ടോ. അതാ വെരി ഗുഡ്. ആദ്യത്തെ പരീക്ഷണം സക്സസ് എന്നാണ് അന്നൂസ് പറഞ്ഞിരിക്കണത്. മോമോസിന്റെ രൂപത്തിലൊക്കെ അയക്കുന്നത് ഫസ്റ്റത്തേതാണ്. അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അയക്കുന്നിട്ടോ. ഫസ്റ്റത്തെ നമ്മളിവിടെ മുഖത്തേക്ക് പുക വരുന്നുണ്ടോ? ഈ തീന്റെ അടുത്ത് നിന്നിട്ടാണ്. അതിനകത്തൊന്ന് കാണിച്ചെടുക്കാനോ സാർ. ഇത് നമ്മള് സോസ് ഉണ്ടാക്കുക കേട്ടോ. അതായത് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാണ്. അപ്പൊ തക്കാളിയും മുളക് പൊടിയും കൂടി ഞാൻ കുറച്ച് വേവിക്കാൻ വെച്ചതാട്ടോ. അത് ഏകദേശം വെന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വറ്റൻമുളക് ആണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി, കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് വെന്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് ഈ നെക്സ്റ്റ് ഫില്ലിങ് തയ്യാറാക്കാം. കുറച്ചെടുത്താൽ മതി കേട്ടോ. ഓ എങ്ങനെ ഇരുന്നാൽ മതി, ഇതിനെ കണ്ടുവച്ചാൽ മതി. എന്നപ്പോ നെക്സ്റ്റ് ഫില്ലിങ് നമ്മളിനി ചെയ്യാൻ പോവാണ്. സാരീന്റെ ബീഡ്സ് എടുക്കാം നമുക്ക്. ഇങ്ങനെ എടുക്കാം. ഓ അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കാൻ ഗണിച്ച് സാമ്യം പോവും. ഇങ്ങനൊക്കെ തന്നെയാണ് ഓലും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടാട്ടോ മനുഷ്യന്മാരത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് സാരീൻ്റെ ബീഡ്സ് എടുക്കാനല്ല, സാരി ഉടുക്കാൻ അറിയാത്ത ഒരാൾ തന്നെ ഞാനും. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കാൻ ഉമ്മക്കാണെങ്കിൽ അറിയും. ഉമ്മാണെങ്കിൽ ഐസുവിന് ഫുഡ് കൊടുക്കാൻ പോയി. അപ്പോൾ അതാ ഏകദേശം ഇങ്ങനെയൊക്കെ സംഭവമാണിത്. എന്നിട്ടിങ്ങനെ കുമ്പാരാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ മോമോസ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതെല്ലാം ഫില്ല് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇതിപ്പോൾ അവതാളത്തിലാവും. അപ്പം ഇനി കുറച്ചും കൂടി നെക്സ്റ്റ് മൂന്നാമത്തേതാട്ടത്. അപ്പം ഇനി സ്റ്റോപ്പ് ചെയ്തോ നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളെ മോമോസിൻ്റെ ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. ഏകദേശം ഒരുവിധം അങ്ങനെയൊക്കെ ആയി കിട്ടിക്കുന്നുണ്ടോ. ഇനി ബാക്കി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലേ അമ്മ?
അതെ. അപ്പൊ ഉമ്മ വന്നിട്ട് ഐസുവിന് തിന്നാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ ഇനി നമ്മൾ ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാണ്. സോസ് ഉണ്ടാക്കുന്നത് നല്ല വിറ്റായിരുന്നു. എന്റെ മിക്സിയൊക്കെ ഇതാ പൊട്ടി തെറിച്ചിട്ട് എന്റെ മേലൊക്കെ ആയി, ഇവിടെ തിളേന്റെ മുകളിലൊക്കെ ആയി. അത് മിക്സ് ചെയ്ത് അവിടെ കണ്ടോ നഞ്ഞെടുക്കണത് ചുമരിന്റെ മുകളിലുണ്ടായിരുന്നു, ഇതിന്റെ മുകളിലേക്കൊക്കെ ആയിപ്പോയി. ഒന്നാലും അങ്ങോട്ട് തെറിച്ചു. ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയില്ല. സ്വിച്ച് ഓഫ് ആക്കി എന്നിട്ട് അതിന് ഒന്നാമത്തെ മുളക് ഉണ്ടായതിനെ കൊണ്ടതിന് പ്രശ്നമായി പോയത്. അല്ലേ തക്കാളി മാത്രമാണെങ്കിൽ കുഴപ്പമില്ലേ. അപ്പൊ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അരിച്ചെടുത്തിരുന്നു. വേവിച്ചതിന് ശേഷം മുളക് പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് ഇനി അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാ കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൈ പാന് ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചോളിമ്മ. ചൂടായോ? അതിന് ഗ്യാസ് കൂട്ടി വെച്ചേക്കി. ഗ്യാസ് കൂട്ടിയത് തന്നെ. ഗ്യാസിന് എന്താ വില? 1200. അന്നപ്പോ കുറച്ച് മെനയിലേക്ക് നമ്മളെ ഗ്യാസ് തീർന്നില്ല അമ്മ. അപ്പൊ 2-3 മാസം കിട്ടിയില്ലേ? 3 മാസമായി. തീരാനായിണ്ടാവും, ഏകദേശം തീരാനായിണ്ടാവും. അപ്പൊ ചോറും കറിയും ഒക്കെ ഗ്യാസിനോളാം അടുപ്പ് കൂട്ടിയിട്ട് അന്ന് ഉമ്മ വന്നപ്പോ അടുപ്പ് കൂട്ടിയതാ. ഐസുമ്മ വന്നപ്പോ അടുപ്പ് കൂട്ടിയ, പിന്നെ അടുപ്പ് കൂട്ടിയില്ല. നിങ്ങളൊക്കെ ആരെങ്കിലും വരുമ്പോ മാത്രം അടുപ്പ് കൂട്ടുള്ളൂ, അല്ലാണ്ട് നമ്മൾ ആരും അടുപ്പ് കൂട്ടൂല. ഞാൻ വേഗം കെറ്റലിൽ ചൂടാക്കിയിട്ട് വേഗം അടുപ്പ് ഗ്യാസുമ്മൽ വെക്കാൻ വെള്ളം. അപ്പൊ വേഗം തിളക്കിയല്ലോ, എന്നിട്ട് അരി ഇടും, വേഗം ചോറായി. കറി പെട്ടെന്ന് ആക്കും. നമുക്ക് പിന്നെ കുറച്ച് വെച്ച് ഉണ്ടാക്കിയാ മതിയല്ലോ. ബാക്കി ഹോട്ടലിൽ അന്നപ്പോ നമ്മളെ ഫ്രൈ പാൻ ചൂടായി വന്നു. എന്താ ചെയ്യണ്ടേ? ഇനി വെളിച്ചെണ്ണ വയ്ക്കൂ. എന്താ ചെയ്യണ്ടേ നമുക്ക് അറിയില്ല, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പഠിച്ചോളി. നിങ്ങൾക്ക് മക്കൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തൂടെ? അങ്ങനെ പറയരുത്. ബാക്കിയുള്ള മാവൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് വെച്ചോളി. ഇതാ എന്റെ ഫില്ലിങ് ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട്. അതേപോലെ മാവിന്റെ ഉള്ളിലുണ്ട്. നോക്കട്ടെ. മതി. ഇത് മറ്റേ സോസ് ഉണ്ടാക്കാന് അത് മതി, കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിടിമ്മ. ഇതിലേക്ക് സ്പൂണ് നോക്കിയിട്ടോ. ഇമ്മക്കൊരു കണക്കൊന്നുമില്ല. ഇന്ന മരി കണക്ക് അറിയില്ല എനിക്ക്. ഞങ്ങളെ മര്യാദക്ക് നല്ല കണക്ക് അറിയൂ. എന്നിട്ട് ഇന്നെ അങ്ങനെ കണക്ക് പഠിപ്പിക്കും. അപ്പൊ കുറച്ച് അത്ര മതി. മതി. അല്ല പൊട്ടി തരക്കുന്നു. ഇങ്ങോട്ടേക്ക് ഇതെടുക്ക്. തീ കുറയ്ക്കുമ്പോ തക്കാളി സോസ് ഇതിലേക്ക് ഇടി. ഈ ചൂടോടെ ഇത് ചെയ്ത് ചൂടില്ല എന്നാലും ചെയ്തേക്കുക. എന്നാലും എന്റെ മോത്താവേണ്ടിയതേയും കയ്യൊക്കെ എരിയുന്നുണ്ട്. അതൊന്നാമത്തെ മുളക് പൊടി ഉണ്ടായിട്ടാ. വലിയ കുറച്ച് വെള്ളം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടമ്മ. കുറച്ച് അതിൽ വടിച്ചിട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ചേർത്താൽ ചൂടുള്ളത് മിക്സിയിലെടുത്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി. നല്ലോണം ഫുള്ളെടുക്കും. കുറെ വെളിച്ചെണ്ണ പോയ പറയും പോലെ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. അതോട് ഞാൻ മതിയോ ചോദിച്ചില്ല. കുറച്ച് ഓവർ വെളിച്ചെണ്ണ അയ്യൂന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് പറ്റിക്കോളും. അതിന് ഇതിലേക്ക് എന്തൊക്കെ ഇടണ്ടേ? സോയാ സോസ് കുറച്ചിടണം. വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഇടട്ടോ. പക്ഷെ ഇതിൽ എന്താ പറയുക, ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ ടൊമാറ്റോ സോസ് ഇടുന്നില്ല. സോയാ സോസും വിനാഗിരിയും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും. അപ്പോൾ ഈ സോസ് റെഡിയായി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇട്ടോളി. ആയി. എടാ നമ്മളെ വിനാഗിരി അടേ ഇതല്ലമ്മ, ഇതിന്റെ മുകളിലുണ്ട് വിനാഗിരി. ഇതല്ലേ? ഓക്കെ, 1 സ്പൂണ് വിനാഗിരി, കുറച്ച് ഉപ്പ്. എടാ ഉപ്പ് എടപ്പോ ഇപ്പിനെ കാണില്ല. അത് മതി. കുറച്ചും കൂടി ഇട്ടോളി. 1 സ്പൂൺ. 1.25 സ്പൂണ് വിനാഗിരി. ഇനി കുറച്ച് സോയാ സോസ്. അതായത് സോസിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെച്ചോളി. 1 സ്പൂണ് ഫുള്ളാക്കിയോട്ടെ. ഓക്കെ, കുറച്ച് സോയാ സോസ്. ഇനി കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും. പഞ്ചസാര ഇത് അവിടെ ഉണ്ട്. ഉപ്പ് എവിടെ പോയിമ്മ? ഉപ്പ് ലണ്ടനിൽ പോയിട്ട് ഉപ്പം വരും. അതാ ഉപ്പും പാത്രം അവിടെ. ഓക്കെ, ഇതായി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളെ മോമോസ് സ്റ്റീം ചെയ്യാൻ വെക്കും. ഇനി കുറച്ച് പഞ്ചസാര, എരി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം. എന്നാലും എനിക്ക് മോമോസ് ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു. മോമോസിൽ ഉള്ളി ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഉള്ളി ഇടാൻ കേട്ടോ. എന്താ പറയാ, ഇറച്ചിയും മല്ലിയിലയും മാത്രം ഇട്ടാൽ മതി.
നീ കുറച്ച് പഞ്ചസാര ഇടി. പഞ്ചാര ഇത് വെന്തൊക്കെയാണ്. ഇനി ഒന്നാമത്തെ ഓൾറെഡി വേവിച്ച സാധനമാണല്ലോ. അതല്ല അതപ്പോ കൊഴുപ്പ് പോലെ ഇല്ലാത്തെന്താ? വെള്ളം പോലെ ആയിപ്പോയോ? അത്തിരി വെളിച്ചെണ്ണ കൂടി പോയിട്ടാ. അത്രയൊന്നും വേണ്ട, മതി. പക്ഷെ എനിക്കിത് എരൂലാണ് തിന്നേണ്ടിയതല്ല, ഇതിന്റെ സോസ് നല്ല എരൂല്. അപ്പൊ ഇനി ഇതായിട്ട് ഓക്കെ, ഇത് റെഡിയായി. അപ്പൊ അങ്ങനെ സോസ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് നമ്മളെ മോമോസ് സ്റ്റീം ചെയ്യാൻ വെക്കാം. എസ്ലിക്ക് ദേഷ്യം പേടിച്ചിട്ട്. എന്തിനാ ദേഷ്യം? ചുണ്ട് വെച്ച് നോക്ക്. ഇപ്പൊ വരാം. കഴിഞ്ഞ് ഒരാളെ അന്നൂസ് ആ റൂമിലിട്ട് പൂട്ടിക്കുന്നു. അന്നൂസും ഐസും ആ റൂമിലുണ്ട്. തുപ്പലോണ്ട് കളിക്കുന്ന രസ്യമ്മ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് അപ്പച്ചട്ടി ഇവിടെ വെച്ചിരിക്കുന്നത്, അതായത് ഇഡ്ഡലി ചെമ്പ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക, അതായത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാട്ടോ. അപ്പൊ ചട്ടി മുകളിൽ വെച്ചിരിക്കുന്നത്. ഇനി നമ്മളാ ഓരോന്നും ഇലക്ക് എടുത്തിട്ട് അയക്കുന്നോ? ആ വെള്ളം ചൂടായില്ല, ആ വെച്ചിട്ട് ആവി വന്നിട്ടാ ഇടണ്ടി. അങ്ങനൊന്നുമില്ലല്ലോ, ആ വെച്ചിട്ട് കൂട്ടിക്കാളി. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അപ്പൊ ഒന്ന് എല്ലാം വെക്കാം, അടുപ്പിച്ച് വെക്കാം കേട്ടോ അമ്മ. 2 3 8 അല്ലേ അത്? 4 ഒരുവിധം എനിക്ക് ഈ സാരിന്റെ ബീഡ്സ് വെക്കൂലമ്മ, അതേപോലെ എന്തെടുക്കുക ചുരുക്കെടുക്കൂലേ, ആ സംഭവമാണ്. അതേപോലെ ആക്കി വെക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഉണ്ടാക്കാം. ഓക്കെ, ഇത് എത്ര ടൈമ? 1 2 3 4 5 6 7 8 ഞാൻ ആക്കിയത്. പാവന്റെ ആസിക്കാക്ക ഇവിടെ ഇല്ല. ആസിക്കാക്ക വരികയാണെങ്കിൽ ആസിക്കാക്ക നമുക്ക് കൊടുക്കാം. അപ്പൊ ഇനി 8 ബാക്കി നമ്മൾ ഉണ്ടാക്കല്ലേ കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി മൂടി വെക്കട്ടമ്മ. ഓക്കെ, അപ്പൊ ഇനി അപ്പച്ചട്ടി നമ്മള് മൂടി വെച്ചു. അപ്പൊ ഇനി ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും. ഇത് വെന്ത് വെക്കട്ടാ. അപ്പം ഗൈസ്, നമ്മളെ മോമോസ് ഇവിടെ റെഡി ആയിക്കുന്നുണ്ടോ. ഫസ്റ്റ് ടൈം ആണ് നമ്മളെ മോമോസ് ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അൽഹംദുലില്ലാ നല്ല റാത്തായിട്ട് ഉണ്ടാക്കി കിട്ടിക്കുന്നുട്ടോ. അതെന്തിനാണ് കരിയണത്? എന്തിനാ കരിയണത്? എന്തിന് കരിയണ? ഉമ്മതാ മോമോസ് ഉണ്ടാക്കിക്കുന്ന. ഐസിന് മോമോസ് വേണോ? മോമോസ് എന്നാ. അപ്പൊ ഇത് നമ്മള് ഇനി അന്നൂസിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാട്ടോ. അപ്പൊ അതാ ഫ്രണ്ട്സ്, ഉമ്മതാ മോമോസ് ഒക്കെ ഇതാ നമ്മളെ പ്ലേറ്റിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് എന്താ മാതിരി തോന്നുന്നൊക്കെ ഉണ്ടല്ലേ. ഐസിന് ഇഷ്ടായോ? ഐസ് കണ്ടിട്ട് അതാ പാത്രം, ഈ പാത്രത്തിലേക്ക് നമ്മളെ സോസും ആക്കി തന്നേക്ക്. നമ്മളെ ചില്ലിന് കുറെ പാത്രമൊക്കെ ഉണ്ടായിനല്ലോ. അപ്പൊ നമ്മളെ മോമോസ് ഇനി പീഡിയോന്നൊന്ന് പോയി വാങ്ങി തിന്നാണ്ടല്ലേ അമ്മ. ഇത് 4 എണ്ണത്തിന് എത്ര? 60 രൂപ ഇട്ടാ, 120 രൂപ ഇട്ടാന്ന് തോന്നുന്നു പീഡിയയില്. നമുക്ക് വേണോ ഐസു? ഐസിന് വേണോ മോമോസ്? വേണോ? ഉമ്മന്റെ മോനിക്ക് വേണോ മോമോസ്? അല്ല വെച്ചോണേ, ചോക്കറക്കുട്ടനാണ് വെച്ചത്. മോമോസ് വേണോ? എന്നപ്പോ നമ്മൾ അന്നൂസിനെ കൊണ്ടും ഐസിനെ കൊണ്ടും ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാട്ടോ. ഐസിന് ഇഷ്ടമായില്ല മുളക് ഇട്ടിക്കുന്ന, അതാ അപ്പൊ പേടി. അനൂസ് ഓ ഇവിടെ TV കാണാണ്. നമ്മളാ മാസമായിട്ട് TV കണ്ട് കുത്തിരിക്കും നോക്കി പെമ്പിള്ള. അപ്പൊ അതാ നമ്മളെ അന്നൂസാണ് ടേസ്റ്റ് മേക്കർ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെ ഉണ്ട്. എന്നിട്ട് നമ്മളെ ഐസ് വെയിറ്റിംഗ് ആണ്. ചൂടുണ്ടാവേ, നോക്കേ ഉപ്പൊക്കെ ഉണ്ടോ? അത് നല്ലോണം ടേസ്റ്റ് ചെയ്യും. വെള്ളമൊക്കെ നമ്മളിവിടെ കൊണ്ടുവെക്കുന്നത്. അപ്പൊ അന്നൂസിന് മാത്രം നമ്മളെ വീട്ടിൽ നോമ്പില്ല. ഐസുവിന് വരെ നോമ്പുണ്ടല്ലോ. ഐസുവിന് നോമ്പില്ലേ? അതാ ഞാൻ എടുത്ത് തിന്ന് നോക്ക്, ടേസ്റ്റ് ഉണ്ടോ നോക്കി. ഞാൻ ചൂട് അണിഞ്ഞിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാ. രസമുണ്ടോ? അപ്പൊ ഗൈസ്, നമ്മളെ മോമോസ് ഒക്കെ രസമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ വീട്ടിലെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നോമ്പിനൊക്കെ നോമ്പെടുക്കാനൊക്കെ നമ്മളെ മോമോസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഞാൻ വരെ ഉണ്ടാക്കിയില്ല, അതിനും വരുത്തുണ്ടോ അല്ലേ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാരും ഒന്ന് മോമോസ് ഒക്കെ ട്രൈ ചെയ്യാം അല്ലേ. എന്നോ ഇത് തിന്നില്ല, ചൂടുണ്ട്, ചൂട് അണിഞ്ഞിട്ട് തിന്നട്ടോ. അയച്ചുകുട്ടീനും ഉമ്മ അപ്പൊ തരേ.